നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ബ്രെഡാണ്. ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഫില്ലിങ്സ് അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് ആദ്യമായിട്ടൊരു മാവ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് വേണ്ടി ഞാൻ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണ് ഈസ്റ്റും അതുപോലെ 2 ടീസ്പൂണ് ഷുഗറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കുഴച്ചെടുത്ത് പൊങ്ങാൻ വെക്കണം ഇത്. അപ്പോൾ നമുക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇതൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാനിപ്പോൾ ഇതിപ്പോൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഇവിടെ തണുപ്പായതുകൊണ്ട് പൊങ്ങാൻ കുറച്ച് ടൈം എടുക്കും. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കിത് പൊങ്ങി കിട്ടും. ഇനി ഈ മാവൊന്ന് നമുക്ക് കവർ ചെയ്ത് ഒന്ന് പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു അടിപൊളി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഫ്രൈ പാനിൽ ഒരു 2 മീഡിയം സൈസ് ഉള്ളി സ്ലൈസായിട്ട് മുറിച്ചിട്ട് അതൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പുഴുങ്ങിയെടുത്ത ചിക്കനാണ്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓയിൽ കുറച്ചുകൂടെ പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ടിക്ക മസാല ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് ടിക്ക മസാല ചേർത്ത് കൊടുത്തത് കേട്ടോ. ചിക്കൻ ടിക്കയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു മസാലേൻ്റെ റെസിപ്പി ആട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ചിക്കൻ പുഴുങ്ങുമ്പോൾ ഉണ്ടാക്കിയ ബാക്കിയുണ്ടായ വെള്ളം ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ സ്റ്റോക്ക് അത് ചേർത്ത് കൊടുത്ത് മിക്സാക്കിയ ശേഷം ഇതിലേക്കൊരു 3/4 കപ്പോളം ഞാൻ കുക്കിംഗ് ക്രീം, ഏത് ക്രീമായാലും സാരമില്ല, ഫ്രഷ് ക്രീം വേണം യൂസ് ചെയ്യുക, എന്ത് വേണം യൂസ് ചെയ്യുക, ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഭയങ്കര ടേസ്റ്റായി മസാല. നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു എത്രത്തോളം ഇത് ഞാൻ പറഞ്ഞത് അർത്ഥമാണെന്ന് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക. ഇതിൽ നമ്മളെ ചിക്കൻ്റെ സ്റ്റോക്കും ആ ഒരു ക്രീമും പിന്നെ ഒക്കെ വരുമ്പോൾ പിന്നെ ടിക്കയുടെ പൗഡറൊക്കെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടിയാണ്. പിന്നെ നമ്മൾ പുഴുങ്ങിയെടുത്ത ആ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി മസാലയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഈ ചിക്കൻ്റെ അളവൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. ഞാനൊരു 200 ഗ്രാമോളം പുഴുങ്ങിയെടുത്ത ചിക്കനാണിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴൊക്കെ നമ്മളെ ഈയുടെ ഡോ ശരിയായിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇത് ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് ഉരുട്ടി ഒന്ന് ഷേപ്പാക്കി എടുത്ത ശേഷം നമുക്കൊന്നിത് കട്ട് ചെയ്ത് കുറച്ച് മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഓരോന്ന് പരത്തി ചെറിയൊരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ എല്ലാ ബോൾസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്തിട്ട് ഇതൊരു മൂടിയുടെ അടുപ്പാട്ടോ. ഒരു ബോൾ എടുത്തിട്ട് ഞാൻ ഒരു ബേക്ക് ചെയ്യുന്ന ട്രേയിൽ തന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാനൊരു ബോൾസ് വെച്ചിട്ട് ഒരു മീഡിയം സൈസിൽ നിങ്ങൾ ഈ കാണുന്ന അളവിലുള്ള ബോൾസ് കേട്ടോ, അതെടുത്തിട്ട് ഒരു മൂടിയുടെ അടുപ്പും കൊണ്ട് ഞാനൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. നമുക്കിതൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കണ്ടേ ഇതിലേക്ക്, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ മൂടിയാണോ അടപ്പാണോ എന്തുകൊണ്ടോ ഒരു ഷേപ്പാക്കി ഒരു കുഴിയാക്കി വെക്കുക. നമുക്ക് ഫില്ലിങ് ഇതൊക്കെ വെക്കുമ്പോൾ നമുക്കിത് പുറത്തേക്ക് തള്ളിപ്പോകരുത്, ആ രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബോളിനെ കൊണ്ട് ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഞാൻ ഈ ട്രേയിലേക്ക് 3 എണ്ണം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. 3 എണ്ണം വെക്കേണ്ട സൗകര്യം ഇതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 എണ്ണം വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള ട്രേയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് വേഗം എടുക്കാൻ പറ്റും. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ 2 തവണ 3 തവണയൊക്കെ ആയിട്ടാണ് ഇത് ഫുള്ളായിട്ട് ബേക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നല്ല തണിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഗ്യാപ്പെല്ലാം ശരിയാക്കി വെച്ചല്ലോ. അപ്പോൾ ഈ 3 നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2-3 കാര്യങ്ങളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ബന്ന് റെഡിയായി വരും. ഇതൊരു സ്പെഷ്യലാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ മസാല ഇതിലെല്ലാം നമ്മൾ ഫില്ലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് എന്ന് പറയുമ്പോൾ മൊസറല്ല ചീസോ ചെഡാർ ചീസോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ മൊസറല്ല ചീസ് ഉള്ളതുകൊണ്ട് ഞാൻ മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് ബേക്ക് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് എൻ്റെ ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. ചില ഓവനിൽ 25 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ മതിയാവും. കാരണം ഓരോ ഓവൻ്റെയും ചൂട് മാറ്റമായിരിക്കും. എൻ്റേത് കോയിൽ കേടായി പോയിട്ട് ഞാൻ മാറ്റിയത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ചൂട് കൂടുതൽ വേണം. അപ്പോഴേ ശരിക്ക് കറക്റ്റ് ബേക്കായി കിട്ടുന്നുള്ളൂ. നിങ്ങളെ ഓവൻ്റെ ചൂടും കാര്യങ്ങളും നോക്കിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിൽ അതും തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് ഓയിലുണ്ടല്ലോ അത് നമ്മൾ ഈ സൈഡിനൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്, ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറുത്ത എള്ളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മളെ ഈ ബ്രെഡ് പ്രത്യേക ഒരു കാണാൻ നല്ലൊരു ലുക്കാകുന്നുണ്ട്, കാണാൻ നല്ലൊരു ഭംഗിയായിട്ട്. ഇതിലേക്ക് കുറച്ച് ഇനി മേലെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇല്ല അതുകൂടെ തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബന്ന് ഇവിടെ റെഡിയായിട്ട് വരും. അപ്പോൾ ഞാൻ ചേർത്തത് ചെറിയ കറുത്ത എള്ളാട്ടോ. സാധാരണ നമ്മൾ മിക്കവാറും വെളുത്ത എള്ളാണല്ലോ ചേർത്ത് കൊടുക്കാറ്. ഇതിലേക്ക് ഞാൻ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കട്ടോ. അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ പറയാണ്. 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഓവനിൽ അത്രയും ചൂട് വേണ്ടത് കൊണ്ടാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തതായിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലം ബൈ.